ഇപ്പോഴിതാ പാക് പ്രതിരോധ മന്ത്രിയുടെ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ സംഭവം എന്ന് നമ്മൾ നോക്കുമ്പോൾ AI-യെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ AI-യെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് 7 തവണ ഇടറി വീണു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് ആഗോളതലത്തിൽ പാകിസ്ഥാനെ വീണ്ടും നാണക്കേടുണ്ടാക്കി. പ്രസംഗത്തിനിടെ AI-യുടെ അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാക്ക് വഴുതിപ്പോയത് സോഷ്യൽ മീഡിയയിൽ വ്യാപക ട്രോളുകൾക്ക് കാരണമായി. ആഗോളതലത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന നാണക്കേട് ഒരു പുതിയ കാര്യമല്ല. എന്നിരുന്നാൽ പോലും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ നടന്ന ഉന്നതതല ചർച്ചയ്ക്കിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പാകിസ്ഥാൻ വീണ്ടും സമാനമായിട്ടുള്ള അപമാനം നേരിട്ടു. ഇതിനിടയിൽ ഖ്വാജ 1 തവണയല്ല 2 തവണയല്ല 7 തവണയാണ് ടങ് സ്ലിപ്പ് ഉണ്ടായത്. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. മാത്രമല്ല ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വളരെയധികം ട്രോളുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ UN സുരക്ഷാ കൗൺസിലിൽ ഖ്വാജ AI ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യയെ വിശേഷിപ്പിച്ചതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. സാമൂഹിക സാമ്പത്തിക പുരോഗതി പ്രോത്സാഹിപ്പിക്കാൻ ഇത് സഹായിക്കുമെങ്കിലും അതിൻ്റെ ദുരുപയോഗം അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുകയും ആഗോള സമാധാനത്തിന് ഭീഷണിയാകുകയും ചെയ്യുമെന്ന് ഇയാൾ പറയുന്നു. AI-യുടെ സൈനിക ഉപയോഗം UN ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമത്തിനും കീഴിൽ പൂർണ്ണമായും നിയന്ത്രിക്കണമെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിലും AI-യുടെ പങ്ക് ചെറുതൊന്നുമല്ല. അതായത് പാകിസ്ഥാൻ തൊപ്പിയിട്ടെങ്കിലും പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ AI വഴി പല വിഷ്വൽസും ക്രിയേറ്റ് ചെയ്ത് അത് പാകിസ്ഥാൻ ജനതയ്ക്ക് ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുകയായിരുന്നു. ഇത് വലിയൊരു വാർത്തയായിട്ട് ആ സമയത്ത് പുറത്തു വന്നിരുന്നു. എന്നാൽ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ കൃത്യമായി ഇന്ത്യയിൽ നിന്നും അടികൊണ്ട് ചോര തുപ്പിയ കാര്യം ഇവർ പറയുകയും ചെയ്തു. അതായത് ഭരണകക്ഷി പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.